രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അനുസരിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് 400-ലധികം സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ബി.ജെ.പിക്ക് മാത്രമായി 370ഓളം സീറ്റുകളും ലഭിക്കും. ഈ 400 സീറ്റുകളിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ബി.ജെ.പി വലിയ സംഭാവന പ്രതീക്ഷിക്കുന്നത് കർണാടകയിൽ നിന്നുമാണ്. എന്നാൽ അതേസമയം കോൺഗ്രസ് ഇത്തവണ മാറ്റത്തിന്റെ കാറ്റ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനം കൂടിയാണ് കർണാടക. ചുരുക്കി പറഞ്ഞാൽ ബി.ജെ.പിയും കോൺഗ്രസും ഒരുപോലെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. 1999 മുതൽ ഇങ്ങോട്ടുള്ള പൊതു തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ കർണാടകയിൽ കോൺഗ്രസിന് 2 അക്കം തികയ്ക്കാനായിട്ടില്ല. അതേസമയം 1996 മുതൽ ബി.ജെ.പി വോട്ട് ഷെയറിൽ കൃത്യമായ വർധനവും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ബി.ജെ.പി വലിയ മുന്നേറ്റം ഉണ്ടാക്കില്ല എന്ന സൂചന ലഭിക്കുന്നുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ പോളിംഗിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് ആദ്യം പരിശോധിക്കാം. ആകെ 28 ലോക്സഭാ മണ്ഡലങ്ങൾ. ഏപ്രിൽ 26-ാം തീയതിയിലെ 1-ാം ഘട്ട പോളിംഗിൽ 14 ലോക്സഭാ മണ്ഡലങ്ങൾ വിധിയെഴുതി. ബാക്കിയുള്ള 14 ലോക്സഭാ മണ്ഡലങ്ങൾ മെയ് 7-ാം തീയതി വിധിയെഴുതും. ഇത്തവണത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ 2019-ൽ 28 സീറ്റിൽ 26 സീറ്റുകൾ എൻ.ഡി.എ സ്വന്തമാക്കിയെന്ന് കാണാം. ബാക്കിയുള്ള 2 സീറ്റുകൾ കോൺഗ്രസ് ജെ.ഡി.എസ് സഖ്യവും സ്വന്തമാക്കി. തുടർന്ന് ഡി.കെ. സുരേഷ് എന്ന കോൺഗ്രസിന്റെ നേതാവും പ്രജ്വൽ രേവണ്ണ എന്ന ജെ.ഡി.എസിന്റെ നേതാവും അങ്ങനെ പാർലമെന്റിലെത്തി. എന്നാൽ 2019-ൽ നിന്നും 2024-ലേക്ക് എത്തുമ്പോൾ സ്ഥിതി ആകെ വ്യത്യസ്തമാണ്. കോൺഗ്രസിന് ഇത്തവണ 20 സീറ്റുകളിൽ വിജയിക്കാനാകുമെന്ന് ഡി.കെ. ശിവകുമാർ ഉറപ്പിച്ചു പറയുമ്പോൾ 20 അല്ല 25 സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കുമെന്ന് സിദ്ധരാമയ്യയും പ്രതീക്ഷിക്കുകയാണ്. ഈ പ്രതീക്ഷയ്ക്ക് കോൺഗ്രസിന് നിരവധി വ്യാഖ്യാനങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ അത്യുജ്വല വിജയം തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ 5 പദ്ധതി വരെ വിജയകരമായി പൂർത്തിയാക്കാൻ കോൺഗ്രസ് സർക്കാരിന് സാധിച്ചു. അത് വലിയൊരു ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് നൽകുന്നുണ്ട്. 2. വിഭജന രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കുണ്ടായ അതൃപ്തി. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടമായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയം. ബി.ജെ.പിക്കെതിരെയുള്ള ഈ വികാരം തങ്ങൾക്ക് അനുകൂലമായി വർത്തിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള ആത്മവിശ്വാസം. 3. നിലവിലെ സിറ്റിംഗ് എം.പിമാർക്കെതിരെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന വസ്തുത. 4. നേതാക്കൾക്കിടയിലെ പ്രശ്നങ്ങളും ആനന്ദ് കുമാർ ഹെഗ്ഡെ പ്രചരണത്തിൽ നിന്നും വിട്ടുനിന്നതും ബി.ജെ.പിക്ക് തിരിച്ചടിയും കോൺഗ്രസിന് വോട്ടുമായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷ. 5. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2023-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ ഡി.കെ. ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും കനകോലുവിന്റെയും നേതൃത്വത്തിൽ നടന്ന പ്രചരണം. മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചാൽ കനകോലുവിന്റെ പ്രൊഫഷണൽ തന്ത്രങ്ങളും ബി.ജെ.പിയുടെ അജണ്ടകളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന യാഥാർത്ഥ്യം. 6. ഏറ്റവും അവസാനത്തേതും ഏറെ പ്രധാനപ്പെട്ടതുമായ മറ്റൊരു ഘടകം കർണാടകയിലെ ജാതീയമായ അടിത്തറ. ഒന്നുകൂടി വിശദീകരിച്ചാൽ മാണ്ഡ്യ സീറ്റ് ജെ.ഡി.എസിലൂടെ ബി.ജെ.പിക്ക് അനുകൂലമാകുമ്പോൾ വക്കലിംഗ സമുദായ വോട്ടുകളെല്ലാം തന്നെ ഭിന്നിക്കാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വിലയിരുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വക്കലിംഗ സമുദായത്തിലെ ഭിന്നിപ്പ് ഏറെ പ്രകടവുമാണ്. ഏകദേശം 7% കുറഞ്ഞതായി വിലയിരുത്തലുകളുമുണ്ട്. അതിനുള്ള പ്രധാന കാരണം ഡി.കെ. ശിവകുമാർ എന്ന വക്കലിംഗ സമുദായ നേതാവ് തന്നെയാണ്. മാത്രമല്ല എക്കാലത്തെയും ബി.ജെ.പിയുടെ കൂടെ നിൽക്കുന്ന ലിംഗായത്ത് വോട്ടുകൾക്ക് ലിമിറ്റഡ് മണ്ഡലങ്ങളിൽ മാത്രമേ സ്വാധീനമുള്ളൂ എന്നുള്ളതും കോൺഗ്രസിന് ആശ്വാസം തന്നെയാണ്. ഇതിനെല്ലാം പുറമെ കഴിഞ്ഞ ദിവസങ്ങളിലായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെയുള്ള വീഡിയോ വിവാദം. അത് എത്തരത്തിലാണ് കർണാടക രാഷ്ട്രീയത്തിൽ പ്രകടമാകുക എന്നുള്ളത് ഒരർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ആശങ്ക ചെലുത്തുന്നുണ്ട്. കാരണം കർണാടകയെ വടക്കൻ കർണാടക എന്നും തെക്കൻ കർണാടക എന്നും വേർതിരിക്കാം. ജെ.ഡി.എസിനെ സംബന്ധിച്ചിടത്തോളം വക്കലിംഗ വോട്ടുകളാണ് പരമ്പരാഗത വോട്ടുകളായി കണക്കാക്കപ്പെടുന്നത്. അത് ഏകദേശം 1 മുതൽ 1.5 ലക്ഷത്തോളം വരും. അത്രയും വോട്ടുകൾ ജെ.ഡി.എസ് വഴി ബി.ജെ.പിക്ക് അനുകൂലമാകുമോ എന്നുള്ളത് പ്രജ്വൽ രേവണ്ണ വിഷയവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. വടക്കൻ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ജാതി ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. കൂടാതെ വടക്കൻ കർണാടകയിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യവും ഏറെ വ്യത്യസ്തവുമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറെ സാധാരണക്കാരുള്ള ദാരിദ്ര്യം വെല്ലുവിളി ഉയർത്തുന്ന ഒരു മേഖല കൂടിയാണ് വടക്കൻ കർണാടക. അതുകൊണ്ട് തന്നെ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട വിഷയം എത്രമാത്രം പ്രകടമാകുമെന്ന് കൃത്യമായി പ്രവചിക്കാനാകില്ല. എന്നാൽ അതേസമയം തന്നെ തെക്കൻ കർണാടകയിൽ ആ വീഡിയോ ഏറെ സ്വാധീനിക്കപ്പെടാൻ സാധ്യത ഏറെയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന 14 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത് ഏറെ നിർണായക ഘടകമാകും. ഇനി ജാതിക്കും അപ്പുറത്തേക്കാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ സ്വാധീനം. വർഗീയ പ്രസംഗങ്ങളും പരാമർശങ്ങളും കർണാടകയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളായ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി വരാൻ സാധ്യതയും ഏറെയാണ്. കാരണം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മാത്രമാണ് തങ്ങൾക്ക് അഭയമാകുക എന്ന പ്രതീക്ഷയുണ്ട്.
എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇങ്ങനെയെല്ലാം ആണെങ്കിലും ദക്ഷിണേന്ത്യയിൽ BJPക്ക് പ്രതീക്ഷയുള്ള ഏക സംസ്ഥാനം കർണാടകയാണ്. എന്നാൽ എക്കാലത്തെയും പോലെയല്ല ഇത്തവണ. കാറ്റ് മാറി വീശുമെന്ന് തന്നെയാണ് DK ശിവകുമാറിന്റെയും സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ പ്രതീക്ഷയും.